ദൈവനാമത്തിന് മഹത്വം. പഴയ നിയമത്തിലെ മറ്റൊരു പുസ്തകത്തിലെ ആകമാനമായ ഒരു ചിത്രത്വമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകത്തിൻ്റെ പേര് എബ്രായ ഭാഷയിൽ ഇൻ ദ വിൽഡർനെസ് അല്ലെങ്കിൽ ഇൻ ഡെസേർട്ട് എന്നാണ്, മരുഭൂമിയിൽ. ഈ പുസ്തകത്തിലെ ഒരു ഭാഗം പലപ്പോഴും എന്നെ ചിന്തിപ്പിക്കുകയും ഇതെങ്ങനെ സാധിച്ചു എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും ചെയ്ത ഒരു ചോദ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഈ ജനം അവർ മാർച്ചിങ് ആൻഡ് ക്യാമ്പിംഗ് ആണ് ചെയ്തത്. മാർച്ച് ചെയ്യുക, ക്യാമ്പ് ചെയ്യുക. ഇതെങ്ങനെ സാധിച്ചു? അവിടെ എഴുതിയിരിക്കുന്ന വേദഭാഗം ഒരു പക്ഷെങ്കിൽ നമ്മെ ആശ്ചര്യപ്പെടുത്തും. 2 മില്യൺ ജനസമൂഹം പാളയമിറങ്ങുകയും പിന്നീട് യാത്ര ചെയ്യുവാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. അതാണ് ക്യാമ്പിംഗ് ആൻഡ് മാർച്ചിങ്. ആധുനിക മിലിറ്ററിക്ക് മനസ്സിലാക്കിയ ഒരു സത്യമാണ് ദൈവവചനത്തിലൂടെ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ജനസമൂഹം നീങ്ങുമ്പോൾ അവരുടെ സാനിറ്റേഷൻ ഒക്കെ എത്ര വ്യക്തമായും യാതൊരു വ്യക്തിക്കും ഉണ്ടാകത്തക്ക രീതിയിൽ അല്ലായിരുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കണം. മോശയുടെ വചനം ഇങ്ങനെയാണ്: മോശ കൽപ്പിച്ചതുപോലെ താങ്കളുടെ കൊടിക്കരികെ പാളയമിറങ്ങി അവർ അത് ചെയ്തു. കുടുംബം കുടുംബമായും കുലം കുലങ്ങമായും യാത്ര ചെയ്തു. അവിടെയും അങ്ങനെ തന്നെ ചെയ്തു. ത്രൂ ഔട്ട് ജേർണിയിൽ ഈ ജനം അനുഷ്ഠിച്ച യാത്രയുടെ ഭാഗമാണ് ഞാനിവിടെ വിവരിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് സാനിറ്റേഷനിൽ ലോകരാഷ്ട്രങ്ങളൊക്കെ കുഴങ്ങുമ്പോൾ യാതൊരു പ്രതിസന്ധിയുമില്ലാതെ ഈ മരുഭൂമി യാത്ര, ഇവരുടെ ഈ യാത്രയുടെ പ്രത്യേകതയിൽ അത് അനുഷ്ഠിക്കേണ്ട ചുമതലകളൊക്കെ ആ പുസ്തകത്തിൻ്റെ ഭാഗത്തുണ്ട്. തീർച്ചയായിട്ടും വായിക്കുന്നവർക്കത് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള കാര്യമല്ല. ഈ യാത്രയ്ക്ക് പ്രത്യേക കാര്യമുണ്ട്. ഓരോ ട്രൈബിനും ഓരോ കൊടി കൊടുത്തിട്ടുണ്ട്. ആ കൊടിക്കീഴിലാണ് അവർ താമസിക്കേണ്ടത്. ഇസ്രയേൽ ജനതയുടെ യാത്ര ഇങ്ങനെ പറയാറുണ്ട്: അനുസരണവും അനുസരണമില്ലായ്മയുടെയും കൂടി കലർന്ന സമൂഹയാത്രയായിരുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്ത അനുഭവിച്ച ഒരു ജനസമൂഹമായിരുന്നു അവരെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അവിടെ ഒരു വചനമുണ്ട്, ഡ്യൂട്രോണമി 1:29-30 വചനം ഇങ്ങനെയാണ്: നിങ്ങൾ ഭ്രമിക്കരുത്, അവരെ ഭയപ്പെടരുത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. ഇത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത വാഗ്ദത്തം യേശുവിനെ നോക്കി യാത്ര ചെയ്യുന്ന നിങ്ങൾക്കുമുള്ളതാണ്. നിങ്ങളുടെ മുമ്പിൽ കർത്താവുണ്ട്, നിങ്ങളുടെ യാത്രയിൽ കർത്താവുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവുണ്ട്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചവർക്ക് ധൈര്യത്തോടെ യാത്ര ചെയ്യുവാൻ കഴിയും. ചിലപ്പോൾ ഞാനിങ്ങനെ പാടാറുണ്ട്: സിയോൻ യാത്ര പലപ്പോഴും വൈഷമ്യമായാൽ കർത്താവേ, നിൻ്റെ മുഖം മാത്രമേ എനിക്ക് നോക്കുവാനുള്ളൂ. ആ യാത്ര സഫലമായി തീരട്ടെ. അങ്ങനെ ആകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും ഉണ്ടാകേണ്ട അനുഭവം ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ.